ഇനി ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിലേക്ക് പോയാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന് MS സൊല്യൂഷൻ സിഇഒയുടെ വധഭീഷണി നേരിട്ടുള്ള അധ്യാപകൻ പറയുന്നു. കൊടുവള്ളിയിലെ പണച്ചാക്കുകളുടെ സമ്മർദ്ദത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന് അധ്യാപകൻ ഹക്കീം വെണ്ണക്കാട് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തെളിവ് നശിപ്പിക്കാൻ സമയം നൽകിയ ശേഷമാണ് MS സൊല്യൂഷൻസിൽ റെയ്ഡ് നടത്തിയത്. പരാതി നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും സിഇഒ ഷുഹൈബിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്നും അധ്യാപകൻ ആരോപിച്ചു. അധ്യാപകന്റെ വാക്കുകളിലേക്ക് ആദ്യം. ഇന്നിപ്പോ കഴിഞ്ഞ ഒരാഴ്ച ഈ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഒന്നാമത് ഇതുവരെ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായില്ല. രണ്ട്, ഇവരെ കൂടെ തന്നെ ചോദ്യം പറഞ്ഞ അധ്യാപകരുണ്ട്. അവരെ തന്നെങ്കിലും വിളിച്ച് ചോദ്യം ചെയ്താൽ ചോദ്യപേപ്പർ ചോർന്നതിന് കൂടുതൽ തെളിവ് കിട്ടും. അതിന് തയ്യാറായിട്ടില്ല. പിന്നെ ഈ തെളിവുകളൊക്കെ നശിപ്പിക്കാൻ അവസരം നൽകിയതിനു ശേഷമാണ് ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തിയത്. അപ്പൊ കൊടുവള്ളിയിൽ ഈ MS സൊല്യൂഷനിൽ കുറെ കൂടിയും വലിയ സാമ്പത്തിക ഭദ്രതയുള്ള പണച്ചാക്കുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു സമ്മർദ്ദത്തില് ആണ് ക്രൈംബ്രാഞ്ച് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതെന്നാണ് സംശയമുള്ളത്. മുൻകൂർ ജാമ്യം നൽകിയ ജാമ്യം കിട്ടുന്നത് വരെ കാത്തിരിക്കുക, അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഇപ്പൊ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് ഒന്നും മുന്നോട്ട് അധികം പോകാൻ സാധ്യതയില്ലാണ്. കാരണം പിന്നെ അവർക്ക് തെളിവ് നശിപ്പിക്കാനും ആവശ്യമുള്ള രാജരാവൊക്കെ ചെയ്താൽ മതിയല്ലോ. ലിനറ്റ് വർഗീസ് ഉണ്ട്. ലിനറ്റ്, കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം ഈ ഷുഹൈബിന്റെ വീട്ടിൽ വരികയും അവിടെ തെളിവെടുപ്പ് ഈ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത് അത് ശാസ്ത്രീയ പരിശോധിക്കാൻ വിടാൻ പോവുകയാണ്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഷുഹൈബിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നു. പക്ഷേ ഈ അധ്യാപകൻ ചോദിച്ചതുപോലെ ഇതിനൊക്കെ ഇത്രയേറെ കാലതാമസം വേണ്ടി വന്നിരുന്നോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം നടന്നിരിക്കുന്നത് ഒരു വലിയ ക്രിമിനൽ ഒഫൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, കുട്ടികളുടെ ഭാവിയെ വെച്ചുകൊണ്ടുള്ള ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അത് ഇത്രയും വിവാദമായിട്ട് മാധ്യമങ്ങൾ ഇത്രയും വലിയ രീതിയിൽ അത് ചർച്ചയാക്കിയിട്ട് പോലും ഇതിനൊക്കെ ഈ നടപടിക്രമങ്ങൾക്കൊക്കെ ഇത്രയും കാലതാമസം വേണ്ടി വന്നിരുന്നോ എന്നത് വലിയൊരു ചോദ്യമാണ്. അധ്യാപകന്റെ വാക്കുകളിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു? സേതുലക്ഷ്മി, തീർച്ചയായും ഈ ഒരു വിവാദം കത്തി നിന്ന സമയം തൊട്ട് MS സൊല്യൂഷൻ എന്ന പേരും അതോടൊപ്പം MS സൊല്യൂഷന്റെ CEO ആയിരുന്ന ഷുഹൈബിന്റെ പേരും ഒക്കെ തന്നെ വന്നതാണ്. അതിനുശേഷമാണ് വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം ക്രൈംബ്രാഞ്ചും ഒക്കെ കേസന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ ഷുഹൈബിനെ ചോദ്യം ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു കേസെടുത്തതിന് ശേഷം ഒരു 5 ദിവസത്തിന് ശേഷമാണ് MS സൊല്യൂഷൻ എന്ന കൊടുവള്ളിയിലെ സ്ഥാപനത്തിൽ ഈ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തുകയും അവിടെ 6 മണിക്കൂറോളം റെയ്ഡ് നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ വലിയൊരു സമയം അവർക്ക് കിട്ടി, തെളിവുകൾ നശിപ്പിക്കാൻ സാധിച്ചു എന്നൊക്കെ തന്നെയാണ് ഈ മുൻപ് ഈ MS സൊല്യൂഷന്റെ CEO ആയിരുന്ന ഷുഹൈബ് പണ്ട് വധഭീഷണി നടത്തിയ ഈ അധ്യാപകൻ, ഈ ഹക്കീം എന്ന അധ്യാപകൻ, അദ്ദേഹം ഈ ഒരു ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിന് നേരത്തെ ഈ ഒരു MS സൊല്യൂഷനിൽ നിന്നുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹം അത് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ പരാതി നൽകിയതാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് ഇപ്പോൾ ഇത്തരം ഒരു അട്ടിമറി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയുന്നത്. ഈ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെടുവാനുള്ള സാധ്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വിവര ശേഖരണം ഒക്കെ നടത്തിയ സമയത്ത് MS സൊല്യൂഷൻ സ്ഥാപനം റെയ്ഡ് ചെയ്തിട്ടില്ല എന്ന് തന്നെ വ്യക്തമാണ്. 5 ദിവസങ്ങളോളം പിന്നിട്ടതിന് ശേഷമാണ് അവിടെ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ അവിടെയുള്ള തെളിവുകളൊക്കെ നശിപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയൊരു സമ്മർദ്ദം ക്രൈംബ്രാഞ്ചിൽ കൊടുവള്ളിയിലെ പണച്ചാക്കുകൾ നൽകുന്നു എന്ന വിവരമാണ് അദ്ദേഹം നൽകുന്നത്. പലർക്കും ഈ ഒരു MS സൊല്യൂഷനിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നും അവർ ക്രൈംബ്രാഞ്ചിൽ ഈ അന്വേഷണ സംഘത്തെയൊക്കെ തന്നെ അട്ടിമറിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഹക്കീം എന്ന അധ്യാപകൻ വ്യക്തമാക്കുന്നത്. സേതുലക്ഷ്മി, ശരി ലിനറ്റ്.